ഇന്ന് കിച്ചുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കിച്ചുവിൻ്റെയും മിട്ടുവിൻ്റെയും വിശേഷങ്ങളാണ്. കിച്ചു രാവിലെ സ്കൂളിലേക്ക് പോകുന്നു. രാവിലെ 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവൻ 7:40 ആകുമ്പോൾക്ക് ബസ് സ്റ്റോപ്പിലെത്തണം. അപ്പോൾ മിട്ടു എല്ലാ ദിവസവും പതിവ് ഇങ്ങനെ തന്നെ അവനെ യാത്രയാക്കി ഇങ്ങനെ നോക്കിയിരിക്കും. വഴിയിൽ അവനെ യാത്രയാക്കി മിട്ടു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇനി ഇതേ കിടപ്പായിരിക്കും കിച്ചു വരുന്നത് വരെ. അവനെയും കാത്തിട്ടുള്ള കിടപ്പായത്. ഒന്നുമില്ല, കളിക്കില്ല, ഒന്നുമില്ല, ഇങ്ങനെ ഒരേ കിടക്കും. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഉച്ചക്ക് കൊടുത്താൽ അത് കഴിക്കും. പിന്നെ അപ്പിടാൻ അങ്ങനെയൊക്കെ ഒന്ന് പോവും. ഇതേപോലെ അവിടെ വന്ന് കിടക്കും. എന്താ പറയുക, സന്തോഷങ്ങളൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ കിടക്കും അവൻ. പിന്നെ എന്താ പറയുക, വൈകുന്നേരം കിച്ചു വരുമ്പോൾ എണീക്കും. കിച്ചു സ്കൂളും വിട്ട് വരുന്നുണ്ട്. നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണത്. കിച്ചു സ്കൂൾ നല്ല റോഡെല്ലാം വഴുക്കാണ് കേട്ടോ. മഴ പെയ്തിട്ട് ഭയങ്കര വഴുക്കാണ്. ആ വരുന്ന വരവ് കണ്ട വിശന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ക്ഷീണം പിടിച്ച് വരുന്നത്. സ്കൂൾ കുട്ടികൾ വരുന്ന വരവ് എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ഇത്. കാരണം വിശന്ന് ക്ഷീണിച്ചിട്ട് വരുന്ന വരവ് കണ്ട. അതായത് ഇങ്ങനെ എന്നപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് എത്താനായി കേട്ടോ. വീട്ടിൻ്റെ അടുത്ത് എത്താനായിട്ടുള്ള റോഡ് വീട്ടിൻ്റെ എത്താനായി. അപ്പം അങ്ങനെ കിച്ചു വിട്ട് കണ്ടോ, കിച്ചുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടിപ്പോകുന്നുണ്ടോ അവനെ കൂട്ടാൻ വേണ്ടി. ഇതെല്ലാ ദിവസമുള്ള പതിവാണ് കേട്ടോ. കിച്ചു വരുന്നത് നോക്കി മിട്ടു ഇങ്ങനെ കാത്തിരിക്കും. ആ വരവ് എന്താ കണ്ട, ഓടി വന്നിട്ട് അവിടെ വെക്കുന്നുണ്ടോ. അത് സന്തോഷം കേട്ടോ. പാലായിട്ടല്ലോ എല്ലാം ഭയങ്കര ഒരു നല്ല ഹാപ്പി ആയിട്ടോ. ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ കാത്തിരിക്കാനുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഭയങ്കര, അതൊരു വല്ലാത്തൊരു എന്താ പറയുക, അറിയണം. ആ അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു സുഖമൊന്നും വേറെ തന്നെ. കണ്ട ആ സന്തോഷങ്ങളെല്ലാം കണ്ട. കാല് കണ്ട കാല് കടിക്കുന്നു. എന്താണ് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി അവനെ ഇപ്പൊന്നും അകത്തേക്ക് വരാൻ വിടില്ല കേട്ടോ. കേട്ടാ ആ കാല് വീലും അവനെ ഇപ്പൊന്നും ഒരു 5-10 മിനിറ്റ് ഇതേ രീതിയിൽ മിട്ടുവിൻ്റെ കളിയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ കിച്ചുവിനെ അകത്തേക്ക് കയറാൻ വിടുള്ളൂ. അത് കഴിഞ്ഞ് കേട്ടാ പാൻറ്റിനാണ് അത് രാവിലെ പോകുമ്പോഴും ഇങ്ങനെ തന്നെ. ഇനി ഇപ്പോൾ കിച്ചു യൂണിഫോം കഴിച്ചിടുമ്പോൾ ആ പാൻറ്റ് എടുത്തിട്ടുള്ള ഒരു ഓട്ടം ഉണ്ട് അവന്. ആ പാൻറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാന്നേ. ആ കടിച്ച് വലിച്ച് ഇതാക്കുന്നുണ്ട് കിച്ചു. കേട്ടാ ആ പാൻറ്റ് കിട്ടിയാൽ അവൻ അപ്പടൊരു ഓട്ടമുണ്ട്. അതെല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. ആ പാൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടാ. അത് കഴിച്ച് വെച്ച് എടുത്തിട്ട് ഓടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. കണ്ട ഓടി. ഇതെല്ലാ ദിവസവും ഇത് തന്നെയാണ്. കാരണം വൈകുന്നേരം പാൻറ്റ് കഴിക്കുന്നിടം എടുത്തിട്ട് ഓടും. എൻ്റെ ഇപ്പോൾ കിച്ചു മിട്ടുവിന് പാല് വാങ്ങാൻ പോകുന്നതാണ്. കണ്ട അവൻ വഴിയിൽ എത്ര കാത്തിരിക്കും, അത്ര വരെ പോളൂ. അപ്പോൾ പോയി വരുന്നവർ ആ വഴിയിൽ തന്നെ കാത്തിരിക്കും. പാല് വാങ്ങാൻ പോകുന്നതാണ് കിച്ചു മിട്ടുവിന് കൊടുക്കാൻ വേണ്ടി. കിച്ചു വരുന്നത് കണ്ടോ, പാല് വാങ്ങി വരുന്നവർ അവൻ കാത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ അവനെ ആ പാല് കൊടുത്ത് ആ പാലും എടുത്തിട്ട് ഓടും കേട്ടോ. അത് എന്താ പറയുക, അവിടെ വെച്ച് നല്ല തണുപ്പായതുകൊണ്ടാണ് ഓൻ ആ പാൽ അവിടെ തന്നെ വെച്ചത്. അപ്പോൾ കണ്ട അത് വീട്ടിലെത്തി. ഇപ്പോൾ തക്കാളി മുറുക്ക് കൊണ്ടുവന്നിന്. അത് ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും അവന് എന്തെങ്കിലും തിന്നാൻ വേണ്ടി ഇങ്ങനെ ഇവൻ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ അത് കൊടുത്താൽ ഓനെന്താ കുഞ്ഞു കുട്ടികളെ അതിൻ്റെ ലെവൽ കേട്ടോ. കണ്ടോ, ഇത് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ് കേട്ടോ. അതാ ആ തക്കാളി മുറുക്ക് കൊടുക്കുന്നു, അവനത് തിന്നുന്നു. ഇതാണ് ഈ കിച്ചുവിനും കാത്തിട്ട് ഇരിക്കുന്ന തന്നെ അവനതാണ്. കണ്ടോ കുട്ടികൾ അതേ ഇത്. ഇപ്പോൾ പാല് കൊടുത്തു തുടങ്ങി. ഇത് എന്താ പറയുക, മിട്ടുവിന് പാല് ചൂടാക്കിയിട്ട് മിട്ടുവിൻ്റെ പാത്രം എടുത്ത് ആ പാത്രത്തിൽ അവിടെ കൊടുത്ത് ആ പാല് കുടിക്കുന്നുണ്ട. ഇതൊക്കെയാണ് കിച്ചുവിൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്ന് വീഡിയോക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, എല്ലാ ദിവസവും ഉള്ള പതിവ് ഇത് തന്നെയാണ്. ആ പാല് കുടിച്ച് ഇനിയിപ്പോൾ ഒരു സന്തോഷമുണ്ടോ. മിട്ടുവിന് പാല് കൊടുത്ത ശേഷമേ കിച്ചു ചായ കുടിക്കുള്ളൂ. അത് എന്താ ആ ഒരു പതിവാത്. അപ്പോൾ മിട്ടുവിന് ഇപ്പോൾ എന്താ പറയുക, ഇനി മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ടോ പോകുന്നുണ്ട് കേട്ടോ. കണ്ട മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പതിവാത്. മുട്ട കിട്ടുന്നവരെ തട്ടിപ്പറിച്ചവൻ ഓടും. കിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഓടുന്ന ഒരു ഇതാണ് കാണുന്നത്. കണ്ടോ ആ മുട്ട കിട്ടിയ സന്തോഷം. ഇനി ഓനതെടുത്ത് ഓൻ്റെ പാത്രത്തിൽ കൊണ്ടുവച്ചേ. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് ഓൻ്റെ പാത്രം അതിൽ നിന്ന് കഴിച്ചേ. മിട്ടുവിന് കൊടുത്ത ശേഷം കിച്ചു